തിരുവനന്തപുരത്ത് നമ്മുടെ സ്വന്തം സഹപ്രവർത്തകൻ്റെ കുട്ടി പോലും മയക്കുമരുന്നിന് അടിമയായി ഒരു സാഹചര്യം ഉണ്ടായി, കൊല്ലപ്പെട്ടു. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷനകത്ത് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ക്വാർട്ടേഴ്സിനകത്ത് തന്നെ എങ്ങനെ സംഭവിക്കുന്നത് തീർച്ചയായും നമ്മൾ കണ്ണു തുറന്ന് പരിശോധിക്കണം. കേരളം ലഹരിയുടെ പിടിയിലായിട്ട് കാലങ്ങളേറെയായി. ലഹരി ഉപയോഗം കൂടിയപ്പോൾ അതിനെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനും തടയുന്നതിനുമായി യോദ്ധാവ് എന്ന പദ്ധതിയും കേരളത്തിൽ നടപ്പിലാക്കി. എന്നാൽ കേൾക്കുന്ന ഏതൊരാൾക്കും ഞെട്ടലുണ്ടാക്കുന്ന വെളിപ്പെടുത്തലാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഇന്ന് നടത്തിയിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കളുടെ അടക്കം ലഹരി ഉപയോഗിക്കുന്നു എന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കെ സേതുരാമൻ ഇന്ന് വെളിപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതിന്റെ ആശങ്ക പങ്കുവച്ചാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഈ തുറന്നു പറച്ചിൽ. എല്ലാ തട്ടിലുമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കൾക്കിടയിലും ലഹരി ഉപയോഗമുണ്ട് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഒരു SP-യുടെ 2 മക്കളും ഇതിൽ ഉൾപ്പെടുന്നു എന്നതും. ഉദ്യോഗസ്ഥർ സ്വയം ഇക്കാര്യം പരിശോധിക്കണമെന്നും ക്വാർട്ടേഴ്സുകളിൽ ഈ കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കെ സേതുരാമൻ ആവശ്യപ്പെടുന്നു. തിരുവനന്തപുരം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു വിദ്യാർത്ഥി മരിക്കാനിടയായ സംഭവം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ആ പെൺകുട്ടി ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ള വിവരങ്ങളും പിന്നീട് പുറത്തു വന്നു. പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന വേദിയിലായിരുന്നു കമ്മീഷണറുടെ ഇന്നത്തെ ഈ പരാമർശം. കേരളത്തിൽ കഞ്ചാവ്, സിന്തറ്റിക് മയക്കുമരുന്നുകൾ തുടങ്ങിയ ലഹരി മരുന്നുകളുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ദേശീയ ശരാശരി വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ലഹരി ഉപയോഗം കുറവാണ്. എങ്കിൽ തന്നെയും നിരക്ക് വേഗം ഉയരാൻ സാധ്യതയെന്നും കെ സേതുരാമയ്യൻ മുന്നറിയിപ്പ് നൽകുന്നു. ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. നേരത്തെ സിനിമാ താരങ്ങൾക്കിടയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് അറിവുണ്ടെന്ന് കെ സേതുരാമൻ വിശദമാക്കിയിരുന്നു. ഇത് തീർത്തും ആശങ്കയുണർത്തുന്ന വെളിപ്പെടുത്തലാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നടത്തിയിരിക്കുന്നത്. ലഹരി പീഡനത്തെ പ്രതിരോധിക്കാൻ നിരവധി പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അവയൊക്കെ എത്രത്തോളം ഫലപ്രദമായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിലയിരുത്തേണ്ടത് അധികാരികളുടെ ഉത്തരവാദിത്വമാണ്. അതിനു പകരം വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് കാണാം.